Good morning all and welcome back. So in the yesterday's session we have given an introduction to antibiotic sensitivity testing. അപ്പോൾ മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് ഡിഫ്യൂഷൻ മെത്തേഡ്, ഡൈലൂഷൻ മെത്തേഡ്. പിന്നെ ഈ രണ്ട് മെത്തേഡും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ടെസ്റ്റ്, അതൊക്കെ അതിന് ശേഷം വരുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ ആദ്യം അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ ആന്റിബയോട്ടിക് ഡിസ്കവറിയോട് കൂടി ഇറ്റ് വാസ് എ സൊല്യൂഷൻ ടു ഓൾ ദ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസായി, അതായത് യൂസ് അധികമായി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് as a result of this indiscriminate use, what happened? Emergence of resistance occurred. Resistance develop ചെയ്യാൻ തുടങ്ങി സ്ട്രെയിൻസ്. അപ്പോൾ ഡോക്ടേഴ്സിന് പിന്നെ ഓരോ ഓർഗാനിസം എത്രത്തോളം ആന്റിബയോട്ടിക്കിന് സെൻസിറ്റീവ് ആണ്, റെസിസ്റ്റന്റ് ആണെന്നുള്ള അറിയാനുള്ള ടെസ്റ്റിനൊക്കെ വിടേണ്ടി വന്നു. അതാണ് ഈ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിന്റെ തുടക്കം. അപ്പൊ തുടക്കത്തിൽ ഡൈലൂഷൻ മെത്തേഡ്സ് ആണ് ആദ്യം യൂസ് ചെയ്തിരുന്നത്. ബട്ട് അത് മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ആണെങ്കിലും ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. അങ്ങനെ ആയപ്പോഴാണ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് വന്നത്. അപ്പൊ ഈ മെത്തേഡ് സ്റ്റാൻഡേർഡൈസ് ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു കിർബി ബോയർ, ഒരുപാട് സയന്റിസ്റ്റും കൂടി came forward. They took a review on the previous methods used in sensitivity testing. എന്നിട്ട് അവർ തന്നെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി. അത് WHO അത് എന്താ പറയാ, അത് റീഡ് ചെയ്തു. WHO അത് സാറ്റിസ്ഫൈഡ് ആയി. എന്നിട്ട് അതിന് ശേഷം വന്ന പുതിയ പ്രോട്ടോകോൾ ആണ് കിർബി ബോയർ മെത്തേഡ്. അപ്പോൾ എല്ലാ കൊല്ലവും അതിനെ ഒന്നും കൂടി അതിന് ചെറിയ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. എങ്കിലും ആ കോമൺ ആയിട്ട് ഒരു ബേസിക് പ്രോട്ടോകോൾ ഉണ്ട്, കിർബി ബോയറും സയന്റിസ്റ്റും ഡിസ്കവർ ചെയ്ത് വെച്ച്. അപ്പൊ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. So, the purpose of this disk diffusion method developed by Kirby Bauer, and it is to determine the sensitivity or resistance of pathogenic aerobic and facultative anaerobic bacteria to various antimicrobial compounds in order to assist a physician in selecting treatment options for his or her own patients. പേഷ്യന്റിന് ഏത് ടൈപ്പ് ഡ്രഗ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വിലയിരുത്താനായിരുന്നു ഈ സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് നമ്മൾ പെർഫോം ചെയ്തിരുന്നത്. തിയറി ആൻഡ് പ്രിൻസിപ്പിൾ. Determination of bacterial resistance to antimicrobials. It is an important part of the management of infections in patients. The disk diffusion method of Kirby Bauer has been standardized, and it is now a viable alternative to broth dilution methods for laboratories. The principle എന്താന്ന് വെച്ചാൽ, when a 6 mm filter paper disc which is impregnated with, അപ്പോൾ കിർബി ബോയർ ആദ്യം തുടക്കത്തിൽ ചെയ്തിരുന്ന മെത്തേഡിൽ അവർ തന്നെ ഫിൽട്ടർ പേപ്പർ 6 mm ഡയമീറ്റർ വരുന്ന ഫിൽട്ടർ പേപ്പർ ഡിസ്ക് എടുത്ത് അതിൽ ആന്റിബയോട്ടിക്കിന്റെ നോൺ കോൺസെൻട്രേഷന് അവർ ഇംപ്രഗ്നേറ്റ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ് ഡിസ്ക്സ്. അന്ന് ഇവര് ഫിൽട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഈ ഡിസ്ക്സ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അത് ഇപ്പോഴും കോളേജുകളിലും ഒക്കെ അത് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട്. സോ the filter paper disc impregnated with non-concentration of an antimicrobial compound, it is placed on a Muller-Hinton agar plate. അപ്പോൾ ഈ ആന്റിബയോട്ടിക് ഉള്ള ഈ ഡിസ്ക് മുള്ളർ-ഹിന്റൺ അഗാർ പ്ലേറ്റിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വാട്ട് ഹാപ്പൻസ്? ദ വാട്ടർ ഈസ് അബ്സോർബ്ഡ്. അപ്പോൾ ഓൾറെഡി അഗാറിൽ കുറച്ചൊരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അത് ദാറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ ഡിസ്ക് ഫ്രം ദ അഗർ. അപ്പോൾ അത് ഡിസ്കിലേക്ക് അബ്സോർബ് ചെയ്യും. ആ ഡിസ്ക് ഈ വാട്ടർ അബ്സോർബ് ചെയ്യും. എന്നിട്ട് വാട്ട് ഹാപ്പൻസ്? ആ ഡിസ്കിലുള്ള ആന്റി മൈക്രോബിയൽ ഏജന്റ്സ് ബിഗാൻ ടു ഡിഫ്യൂസ് ഇൻ ടു ദ സറൗണ്ടിങ് അഗർ. So what happens? The rate of diffusion through the agar, it is not as rapid as the rate of extension of antimicrobial out of the disc. So larger the molecules will diffuse at a slower rate. The larger molecules are slow ആയിരിക്കും diffusion than the low molecular weight compounds. So the concentration of these constituents will be highest
next to the disk. അപ്പോൾ ഈ ഡിസ്കിലുള്ള കണ്ടന്റ് ഉണ്ടല്ലോ, ആന്റിമൈക്രോബിയൽ ഏജന്റിന്റെ കണ്ടന്റ് ഡിസ്കിന്റെ അടുത്ത്, this will be highest next to the disk and it will decrease as the distance from the disk. അപ്പോൾ ഡിസ്റ്റൻസ് പോകുന്തോറും, ഡിസ്കിന്ന് ഡിസ്റ്റൻസ് പോകുന്തോറും അതിന്റെ കോൺസെൻട്രേഷൻ അവിടങ്ങളിൽ കുറയും. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നത്, ആന്റിബയോട്ടിക്കിന്റെ കോൺസെൻട്രേഷൻ കാണുന്നത് ഡിസ്കിന്റെ ഏറ്റവും അടുത്തായിരിക്കും. If the antibiotic or extract, it is effective against the bacteria at a certain concentration, it will grow. അപ്പോൾ ആന്റിബയോട്ടിക് എത്രത്തോളം എഫക്റ്റീവ് ആണോ അതിനനുസരിച്ച് there will be no development of colonies where the concentration of agar is greater than or equal to effective concentration. അപ്പൊ അതിന് പറയുന്ന പേരാണ് സോൺ ഓഫ് ഇൻഹിബിഷൻ. അപ്പൊ സോൺ ഓഫ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞത് അവിടെ ബാക്ടീരിയൽ കോളനീസ് വളരില്ല. എവിടെ മൈക്രോബിയൽ കണ്ടന്റ് എവിടെയാണോ കൂടുതലുള്ളത് വെച്ചാൽ അവിടെ ആ ഏരിയക്കാണ് എന്ത് പറയാ, സോൺ ഓഫ് ഇൻഹിബിഷൻ. ഇൻ ജനറൽ, ലാർജർ സോൺ ഓഫ് ഇൻഹിബിഷൻ it can be correlated with lower minimum inhibitory concentration MICs of the antibiotic or extract for that bacterial strain. An exception to this is when the molecules of antibiotic or extract are large or hydrophobic, because this diffuse through the agar slowly. അപ്പോൾ ആന്റിബയോട്ടിക്കിന്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും ഡിഫ്യൂഷൻ കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ ഒരു കൃത്യം ഒപ്റ്റിമം ലെവലിലായിരിക്കണം ആന്റിബയോട്ടിക്കിന്റെ കോൺസെൻട്രേഷൻ. നെക്സ്റ്റ്, റിക്വയർമെന്റ്സ്. എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് നമുക്ക് ഈ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ചെയ്യാനുള്ള റിക്വയർമെന്റ്സ്? ഫസ്റ്റ് വേണ്ടത് മുള്ളർ ഹിന്റൺ അഗാർ ആണ്. ഷോർട്ട് ഫോം ആണ് MHA അല്ലെങ്കിൽ MH agar. It is considered the best medium to use for routine susceptibility testing of non-fastidious bacteria. Non-fastidious എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബ്ലഡും സീറോ അങ്ങനത്തെ റിക്വയർമെന്റ്സ് ഒന്നും ആവശ്യമില്ലാത്ത ബാക്ടീരിയ. ഫോർ ദ ഫോളോയിങ് റീസൺസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാൻ കാരണം? ഇതൊക്കെ വൈവാഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബിക്കോസ് ഇറ്റ് ഷോസ് ആക്സെപ്റ്റബിൾ ബാച്ച് ടു ബാച്ച് റീപ്രൊഡ്യൂസിബിലിറ്റി ഫോർ സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് ലോ ഇൻ സൾഫോണമൈഡ്, trimethoprim and tetracycline inhibitors. It supports satisfactory growth of most non-fastidious pathogens. A large body of data and experience has been collected concerning the susceptibility test performed within this medium. Then, ഈ മുള്ളർ ഹിന്റൺ അഗാറിന് പകരം വേറെ അഗാർ യൂസ് ചെയ്താലോ ഇത്ര പെർഫെക്റ്റ് റിസൾട്ട്സ് കിട്ടത്തില്ല. ഇറ്റ് മേ റിസൾട്ട്സ് ഇൻ ഇറോണിയസ് റിസൾട്ട്സ്. അപ്പോൾ ഇതൊക്കെ നോൺ ഫാസ്റ്റിഡിയസ് ബാക്ടീരിയക്കാണ്. ഇനി ഫാസ്റ്റിഡിയസ് ബാക്ടീരിയ ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? മുള്ളർ ഹിന്റൺ അഗാർ നമ്മൾ ഇറ്റ് ഷുഡ് ബി സപ്ലിമെന്റഡ് വിത്ത് അഡീഷണൽ ന്യൂട്രിയൻസ് വെച്ച് സപ്ലിമെന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, നൈസീരിയ ഗോണേറിയ, ഇതൊക്കെ എന്താണ്? ഫാസ്റ്റിഡിയസ് പാത്തജൻസ് ആണ്. അപ്പൊ അവയ്ക്ക് വെറും MHA agar പോരാ. ഇറ്റ് ഷുഡ് ബി സപ്ലിമെന്റഡ് വിത്ത് ഐദർ ബ്ലഡ് ഓർ എനി അഡീഷണൽ ന്യൂട്രിയൻസ്. Then Muller Hinton agar should be tested with non strains of organism. അപ്പോൾ ഓരോ ആഴ്ചയും വീക്കിലി ടെസ്റ്റ് നടത്തണം. മുള്ളർ ഹിന്റൺ അഗാർ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ഒരു ക്വാളിറ്റി കൺട്രോൾ എന്ന നിലക്ക് വീക്കിലി ടെസ്റ്റ് ചെയ്യണം. അത് ഇഫക്റ്റീവ് ആണോ, അത് എന്താ പറയാ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു വെരിഫൈ ദാറ്റ് മീഡിയ ആൻഡ് ഡിസ്ക് ആർ വർക്കിംഗ്. വിചാരിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാച്ചിന് അത് യൂസ് ചെയ്യുന്നത്. അടുത്തത് പറയാനുള്ളത് ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ഡിസ്കുകളെ കുറിച്ച്. ആന്റിമൈക്രോബിയൽ ഡിസ്ക് നമ്മൾ ഇപ്പോൾ നോർമലി, അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വി ആർ പർച്ചേസിംഗ് ഫ്രം എനി റെപ്യൂട്ടബിൾ സപ്ലയേഴ്സ് സച്ച് ആസ് RML or BDBPO. They are packaged in spring-loaded cartridges containing 25 or 50 discs and can be ordered as individual cartridges or in packages. അപ്പോൾ ഈ ഡിസ്കുകൾ ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്യണം. ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ ഉണ്ടാക്കുന്നില്ല, അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പൊ നമുക്ക് റെഡിമെയ്ഡ് അവൈലബിൾ ആണ്, നമ്മളത് മേടിക്കും. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ദിസ് ഡിസ്ക്സ് ആർ എസെൻഷ്യൽ. അപ്പൊ ഇതിന്റെ സ്റ്റോറേജ് വളരെ എസെൻഷ്യൽ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ റീപ്രൊഡ്യൂസിബിൾ റിസൾട്ട്സ്. സീൽഡ് കാട്രിഡ്ജസ് കണ്ടെയ്നിങ് കമേഴ്ഷ്യലി പ്രിപ്പയർഡ് പേപ്പർ ഡിസ്ക് ഷുഡ് ബി സ്റ്റോർഡ്. അപ്പൊ ഇത് ആക്ച്വലി ഇത് എവിടെ എത്ര ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്? 8 ഡിഗ്രി ഓർ ഫ്രോസൺ at -40 in a non-self defrosting freezer.
allow discs to come to room temperature prior to removing the protective plastic packaging. അപ്പോൾ allowed discs, അതായത് ഇത് നമ്മൾ ആന്റിമൈക്രോബിയൽ സസെപ്റ്റബിലിറ്റി ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഫ്രോസൺ സ്റ്റേറ്റിലുള്ളത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. എന്നിട്ടാണ് നമ്മളത് പ്ലേറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനോക്കുലേറ്റഡ് പ്ലേറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വി ഷുഡ് ബ്രിങ് ദാറ്റ് ഡിസ്ക് ടു റൂം ടെമ്പറേച്ചർ. വൺസ് ഓപ്പൺ, ഒരു തവണ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 വീക്ക് കൊണ്ട് നമ്മളത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ആ പൊട്ടൻസി നഷ്ടപ്പെടും. ഓക്കെ, നെക്സ്റ്റ് റിക്വയർമെന്റ് ആണ് മെക്ഫർലാൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് എന്താ പറയാ മുള്ളർ റിട്ടൺ അഗാർ വേണം. പിന്നെ എന്തൊക്കെ വേണം? എന്തായിരുന്നു? ആന്റിമൈക്രോബിയൽ ഡിസ്ക്. പിന്നെ അടുത്തത് മെക്ഫർലാൻഡ് സ്റ്റാൻഡേർഡ്. മെക്ഫർലാൻഡ് സ്റ്റാൻഡേർഡിൽ ദീസ് ആർ സസ്പെൻഷൻസ് ഓഫ് ഐദർ, ആക്ച്വലി എന്താണിത്? ഐദർ ബേരിയം സൾഫേറ്റ് ഓർ ലാറ്റക്സ് പാർട്ടിക്കിൾ that allow the visual comparison of bacterial density. നമ്മുടെ എടുത്ത ഇനോക്കുലത്തിന്റെ ഡെൻസിറ്റി കമ്പയർ ചെയ്യുന്നത് മെക്ഫർലാൻഡ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ്. ദിസ് ഓഫൻ ഇൻക്ലൂഡ് എ വിക്കർഹാം കാർഡ്. അത് വിക്കർഹാം കാർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്മോൾ കാർഡ് കണ്ടെയ്നിങ് പാരലൽ ബ്ലാക്ക് ലൈൻസ്. അപ്പോൾ ഈ 0.5 അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. നമ്മളെ മെക്ഫർലാൻഡ് സ്റ്റാൻഡേർഡിന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കണം? 0.5, which is equivalent to a bacterial suspension containing 1 into 108 and 2 into 108 CFU per ml of E. coli. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 0.5 ml അലിക്കോട്ട് ഓഫ് എ 0.048 മോൾ പെർ ലിറ്റർ ബേരിയം ക്ലോറൈഡ്. ബേരിയം ക്ലോറൈഡും H2SO4 ആണ് അതിന്റെ മെയിൻ കോൺസ്റ്റന്റ്. അത് ഇന്ന അളവിൽ വേണം എടുക്കാൻ. And this amount is added to 99.5 ml of 0.18 mol per liter H2SO4. അപ്പോൾ മെയിൻ ആയിട്ട് രണ്ട് എന്താണുള്ളത്? ബേരിയം ക്ലോറൈഡും H2SO4. എന്നിട്ട് അത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്. സംഗതി രണ്ടും കൂടി മിക്സ് ചെയ്യലുണ്ട്, പക്ഷെ അതിന്റെ കറക്റ്റ് അളവ് കൃത്യമായിരിക്കണം. വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ് ടു മെയിൻറ്റെയിൻ എ സസ്പെൻഷൻ. വെരിഫൈ ദ കറക്റ്റ് ഡെൻസിറ്റി ഓഫ് ടെർബിഡിറ്റി. എന്നിട്ട് ഡെൻസിറ്റി, അതായത് അത് എത്രത്തോളം ടെർബിഡിറ്റി ഉണ്ട്, അതിന്റെ ഡെൻസിറ്റി കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണം. ഇത്ര തന്നെ വേണം അതിന്റെ ഡെൻസിറ്റി. അതായത് ഓക്കെ, അപ്പോൾ ഇത് വെരിഫൈ ചെയ്യേണ്ടത് യൂസിങ് സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ചിട്ടാണ് ഇതിന്റെ ടെർബിഡിറ്റി സ്റ്റാൻഡേർഡ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. അതിന്റെ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് ബൈ മെഷറിംഗ് ദ അബ്സോർബൻസ് using a spectrophotometer with 1 centimeter light path and a matched cuvette. The absorbance of 625 nanometer should be 0.08 to 0.13. For the 0.5 McFarland standard, the absorbance rate is in range 0.08 to 0.13. എന്നിട്ട് now we are transferring this barium sulfate suspension in 4 to 6 ml aliquots into screw cap tubes. എന്നിട്ട് നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് സ്ക്രൂ ക്യാപ് ട്യൂബ്സിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കാണ്. ഓഫ് ദ സെയിം സൈസ് ആസ് ദോസ് യൂസ്ഡ് ഇൻ ബാക്ടീരിയൽ ഇനോക്കുലം. എങ്ങനത്തെ ട്യൂബ്സിലാണ് എടുത്തത്? അതുപോലത്തെ ട്യൂബ്സിൽ. ടൈറ്റ്ലി സീൽ ദ ട്യൂബ്സ്. എന്നിട്ട് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ദ ഡാർക്ക് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇത് റൂം ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഡാർക്കിൽ. Then use of McFarland standard in the Kirby Bauer procedure. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. വിഗറസ്ലി വി ഷുഡ് അജിറ്റേറ്റ്. ഒന്നുകിൽ മെക്കാനിക്കൽ വോർട്ടെക്സ് മിക്സറിൽ വെച്ച് മിക്സ് ചെയ്യണം. ആൻഡ് ഇൻസ്പെക്ട് ഫോർ യൂണിഫോം ടർബിഡ് അപ്പിയറൻസ്. റീപ്ലേസ് ദ സ്റ്റാൻഡേർഡ് ഇഫ് ലാർജ് പാർട്ടിക്കിൾസ് അപ്പിയർ. അപ്പോൾ അതിലെന്തെങ്കിലും വലിയ പാർട്ടിക്കിൾസ് തരിതരി പോലെ അധികം കാണുന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് വേറെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം, ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യണം. If using a standard composed of latex particle mixed by inverting gently, not on vortex mixer. അപ്പോൾ സ്റ്റുഡന്റ് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ടീരിയൽ കോളനീസ് സലൈൻ സസ്പെൻഷനിൽ നമ്മൾ ബാക്ടീരിയൽ ഇനോക്കുലം ഉണ്ടാക്കുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ദിസ് ഇനോക്കുലം സ്റ്റെപ്പിൽ ആ സ്റ്റുഡന്റിന്റെ കയ്യിലുള്ള ഇനോക്കുലം ഷുഡ് ബി കമ്പയർഡ് വിത്ത് സസ്പെൻഷൻ ഓഫ് മെക്ഫർലാൻഡ് സ്റ്റാൻഡേർഡ്. This is done by holding both the standard tubes and inoculum tube side by side and no more than 1 inch
from the face of Wickerham card picture and comparing the appearance of the light through the both suspension. Do not